പുലിരാജാവ് ആദ്യമായി മലയാളത്തിൽ ഇറങ്ങിയ 3 ഡൈമെൻഷൻ ചിത്രകഥ. ഈ ഗ്രാമത്തിൻ്റെ പേര് കാട്ടൂർ. എന്ത് മനോഹരമായ ഗ്രാമം! എന്തുകൊണ്ടാണ് കാട്ടൂരെന്ന് പേര് വന്നതെന്നറിയോ? സമീപ പ്രദേശത്തൊരു വലിയ കാടുണ്ട്. ഈ ഗ്രാമത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറയുന്നതെന്നോ? ഈ ഗ്രാമത്തിൽ കാളി എന്നു പേരായ ഒരുത്തനുണ്ട്. കാളി എന്താണ്, ആരാണെന്നൊക്കെ പിന്നീട് വിശദീകരിക്കാം. ആദ്യം അവൻ എവിടെയുണ്ടെന്ന് നോക്കാം. എടാ, എന്താണ് ഇഞ്ഞു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നേരം വെളുത്ത് എത്ര സമയമായി? വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കണോ? ഇതാണ് കാളിയുടെ വീട്. അവനെ കാണാനില്ലല്ലോ. ആ, കാളി ഇവിടെയാണുള്ളത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. നീ അത് ചീട്ട് കളിച്ച് നശിപ്പിക്കുകയാണോ? ഇനി നീ വീട്ടിലിരിക്കണ്ട, പുറത്തോട്ട് പോ. എന്താടാ, ഇന്ന് വിശേഷ പൂജയാണെന്ന് തോന്നുന്നു. ഏയ്, അതൊന്നല്ല തള്ളച്ചി, വാതുക്കലൊന്ന് വഴുക്കിയതാ. മനസ്സിലായി. താഴത്ത് വീണെങ്കിലും. ഇവനാണ് കാളി. ഇനി ഇവനെ കുറിച്ച് പറയാം. ഭാര്യയുടെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങുന്നതുകൊണ്ട് പാവാണെന്നൊന്നും കരുതരുത്. വീട്ടിലെ ഇങ്ങനെയുള്ളോ, പുറത്ത് ഇവന്റെ പേര് കേട്ടാ എല്ലാവരും പേടിക്കും. അതെന്താണെന്നോ? ദുഷ്ടനെ കണ്ട വിലകിപ്പോണെന്ന് പറയില്ലേ, അത് തന്നെ കാരണം. മുത്തശ്ശി പറഞ്ഞതുപോലെ ചീത്തയവൻ, മഹാചീത്ത. എന്നെ നീ കളിയാക്കണത്? നിന്റെ കഥ ഞാൻ കഴിച്ചോടാ. എന്നോടാ കളിക്കുന്നതല്ലേ? ഇന്നത്തോടാ കളി ഞാൻ അവസാനിപ്പിച്ചാരാട്ടാ. ഓഹോ, നീ എന്നെ അവസാനിപ്പിക്കുവല്ലേ? അയ്യോ, ഓ, കരണ്ടി കൊണ്ട് തണ്ടലെല്ലാം ഒടിച്ചല്ലോ. ഇനി കയ്യിൽ കാശില്ലാതെ കാളിക്ക് വീട്ടിൽ കയറാനാവില്ല. ഭാര്യ ഒഴിഞ്ഞെടുക്കും. ആരെയെങ്കിലുമൊക്കെ പറ്റിച്ച് ജീവിക്കാന്ന് കരുതി കാളി അടുത്ത ഗ്രാമത്തിലേക്ക് യാത്രയായി. അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ടത് കാട്ടുവഴിയിലൂടെയാണ്. ഈശ്വര, നടന്ന് നടന്ന് കാലൊക്കെ തളർന്നു. വീട്ടിൽ പോയി ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കണം. എൻ്റെ സുലോചന പൂച്ചൂടി അവൾ കാത്തിരിക്കുന്നുണ്ടാകും. ഓ, എൻ്റെ ഈശ്വര, വീടെത്തിച്ചേർന്നു. ഇനി 2 അടി എടുത്ത് വെച്ചാ അടുക്കളയിലോട്ട് ചെല്ലാം. അയ്യോ, എന്നെ വിട്, എന്നെ വിട്. ഒരു പണിയില്ലാത്ത ഞാനിവിടെയുള്ളപ്പോ പണിയെടുത്ത് നീ അങ്ങോട്ട് സൂക്കിയേ. അമർത്തി പിടിക്കല്ലേ, എന്നെ വിട്, എന്നെ വിട്. ഇനി ഇവിടെ നിന്ന് നീ നിന്റെ വീട്ടിലേക്കൊന്ന് പോയേ. എനിക്കില്ലാത്ത സന്തോഷം വേറെ ആർക്കും വേണ്ട. എന്തേ, എങ്ങനെയാണ്ടാ നീ ഈ കുന്ത്രാണ്ടൊക്കെ കാണിക്കുന്നത്? സുലോചനേ, അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടല്ലോ. എന്റെ തോന്നലായിരിക്കും. മാളികയല്ല എന്റെ വീട്, വെറും മരച്ചില്ലയാണ് എന്റെ വീട്. പാടുന്നതെങ്ങിനെ ഇനി ഞാൻ. അങ്ങനെ ഉറുമ്പിന്റെ സമാധാനം നശിപ്പിച്ചു. ഇനി ആരുടെ സമാധാനാണാവോ നശിപ്പിക്കാൻ പോണത്? ഇവനാ? എന്നെ കണ്ടില്ല. പോകുന്നുണ്ട്. അവൻ പയ്യെ പോകുന്നുണ്ട്. അമ്മേ, അല്ല, ആരത്? മനോഹരന്? എന്റെ ദൈവമേ, ഇവന്റെ അടുത്ത് ഇന്ന് നമ്മൾ കലങ്ങുന്നാ തോന്നുന്നു.
എന്തുട്ടുണ്ടാ നീ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? അത് വേറെ ഒന്നുമല്ല ചേട്ടാ, ഈ മരം കൊത്തി. എന്താ നീ ഇങ്ങനെ കിടന്ന് തപ്പണത്? ഇല്ല ചേട്ടാ, അതെ അതെ, ഇത് ഒരു മാജിക് മരം. ഇതൊരു കള്ളത്തരല്ലടാ. ദേ നോക്ക്, എൻ്റെ ഈ സഞ്ചിയിലേക്ക് നോക്കിയേ. കാശ്? എന്താ ഇത് ഈ മരം തന്നതാണ് ചേട്ടാ. ദേ ഇങ്ങനെ ഒന്ന് അനക്കിയാ മതി, കാശ് ഒന്ന് കൊഴിയും. എന്നൊന്ന് പരീക്ഷിച്ചളയാ. ഉണങ്ങിയ ഇല മാത്രല്ലടാ വീണുള്ളൂ, കാട്ടുകള്ള. കാശ് എവിടെയാടാ വീണേ? ഒന്ന് ബലത്തിൽ കുലുക്കിയേട്ടാ, കാശ് കൊഴിഞ്ഞു വീഴും. അതേലോ, ഇത് വലിയ അതിശയാണല്ലോ. എനിക്ക് ലോട്ടറി അല്ലേ അടിച്ചത്. ഇത് വെച്ചിട്ട് പോയതൊക്കെ പിടിക്കണ്ടേ? പാതി പണം എനിക്ക് തരണം ചേട്ടാ, ഞാനല്ലേ ഈ മരം കാണിച്ചു തന്നത്. മരക്കഴുതേ, ഇന്നടാ നിന്റെ കാശ്. ഓസിയില് കാശ് കിട്ടാൻ മോഹിക്കുന്നോന്റെ ഉച്ചന്തലയിൽ ഇടുത്തി വീഴും. ഓടി പോടാ അവിടെന്ന്. ഈ കാലുണ്ട് ഞാൻ. അങ്ങനെ അവൻ പോയി കിട്ടി. ഒരൊറ്റ ചവിട്ടിന് ഈ കാശ് മുഴുവൻ കൊഴിക്കണം. ജീവനുണ്ടോ അതോ ചത്തോ? ജീവനുണ്ട്. ഓശിയിൽ കാശ് കിട്ടാൻ മോഹിക്കുന്നവന്റെ ഉച്ചന്തലയില് ഇടുത്തി വീഴുവെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് ഇത്. എൻ്റെ അമ്മ, കാശിന് കാശുമായി, ചക്കപ്പഴത്തിന് പഴവുമായി. ഒരു കല്ലില് 2 മാങ്ങ. ഇതാണ് കാട്ടൂർ കാട്. ഇവിടെയാണ് പുലിരാജാവ് വസിക്കുന്നത്. ഇനി കാട്ടിലേക്ക് പോയി നോക്കാം. എടാ സുന്ദരം, അത് ലഡു അല്ല, പന്താണ്. ബാറ്റ് മര്യാദക്ക് പിടിക്ക് രാമനാഥ, അല്ലെങ്കിൽ നീ തോൽക്കും. എടാ നമ്മളിപ്പോ കളിക്കുന്നത് ക്രിക്കറ്റാണോ ഹോക്കിയാണോ? ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. വെറുപ്പിക്കുക മനുഷ്യനെ. ഞാനിപ്പോൾ ആരാണെന്ന് കാണിച്ചു തരാം. രക്ഷപ്പെട്ടല്ലോ. എന്നെ കളിയാക്കിട്ടേക്കിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. എടാ പന്ത് എങ്ങോട്ട് പോയി? കെൽപ്പ് എവിടെയെന്ന് ചോദിക്കടാ. ഇതെങ്ങനെയാടാ? അങ്ങനെ തന്നെ. ശരി, എന്നാ നമുക്ക് ഈ സ്ഥലം മാറ്റാം. ഈ ചിരിക്കണില്ലേ? പിടിച്ചോ പിടിച്ചോ.
ഇടത്ത്. ഏ? എന്നാ ഒരു 6. ഇത് 4. പന്ത് എവിടെ ആർക്കറിയാം? ഏയ് പന്ത് എവിടെയാടാ? അക്കരെ പോയി ചോദിക്ക്. അമ്മേ. ഇതാണ് നമ്മുടെ ഹീറോ പുലിരാജാവ്. ഏത് മോനാ എന്റെ തലയിൽ പന്തടിച്ചേ? കിട്ടിയ ഞാൻ അവനെ ഉരിഞ്ഞു. എവിടെ ഈ പന്ത് പോയത്? ഇവിടെ ഉണ്ടോ? കാണാനില്ലല്ലോ. നല്ലൊരു അടിയായിരുന്നു. മതി. ഇത് കണ്ട പുലി രാജാവ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഇത് വയസ്സായ പുലിരാജാവാ. സംഭവം കൊള്ളാം, നമുക്ക് പോകാം. പോവാ. അത് കണ്ടോ നമ്മുടെ പന്ത്? അതെ ശരിയാണല്ലോ. ഈ പന്ത് എന്താ ഇങ്ങനെ അന്തരത്തിൽ നിൽക്കുന്നേ? എടാ രാമനാഥ, സുന്ദര, പന്ത് കണ്ടു നിങ്ങള്? ഈ പുലിരാജാവിനെ കണ്ടില്ലല്ലേ? കൊച്ചു പിള്ളേരെ. ഞങ്ങള് കൊച്ചു പിള്ളേരാ. നിങ്ങളെന്താ വലിയ ആളാണോ? എന്താ കളിയാക്ക? അല്ല, വിളി കേക്കുക. എന്നെ പറഞ്ഞാ മതി. പീക്കിരി പിള്ളേര് എന്നെ കളിയാക്കാൻ തുടങ്ങിയല്ലേ? പണ്ട് കാലത്തല്ല. അഹംഭാവം കള. പന്ത് തായോ? തരില്ല. എന്തേ തരില്ലെന്നോ? സുന്ദര, നിന്റെ അഭിനയം കൊള്ളാം. വൺസ് മോർ. മര്യാദക്ക് ചുമ്മാ സംസാരിക്കണ്ട, നമുക്ക് കളിക്കാൻ പോവാം. വേഗം ഒന്ന് വാടാ. എന്താടാ നിങ്ങൾക്ക് പന്ത് വേണ്ടേ? പന്ത് ഇവിടെ ഉണ്ട്. ഓറഞ്ച്. നിങ്ങളെ ഇനി ഇവിടെ നിൽക്കണത് നന്നല്ല. കല്ലും തടയുന്നു, പുല്ലും തടയുന്നു. നല്ലൊരു വേട്ട കിട്ടിയ 4 ദിവസം മിണ്ടാതിരുന്ന് കഴിക്കാം. ഒരു മനുഷ്യനെ കിട്ടുകയാണെങ്കിൽ 10 ദിവസം കിടന്ന കിടപ്പിൽ അങ്ങ് കഴിക്കാം. 10 ദിവസം കൊണ്ട് നിന്റെ പണി തീരും. നിനക്ക് മനുഷ്യമാംസം തിന്നണോ? ചെലമ്പ്? എനിക്കെന്തിനായി ചെലമ്പ് അല്ലേ? ഭാര്യയുടെ തല്ല് വാങ്ങിക്കുന്ന കാളിയും പുല്ല് തട്ടി താഴെ വീഴുന്ന പുലിയും ഇപ്പൊ കണ്ടുമുട്ടാൻ പോകുന്നു. അയ്യോ, ഇടി കൊണ്ട മാതിരി ആയി പോയില്ലേ. എനിക്ക് നോക്കിയപ്പോ ഒരു പിടുത്തവും കിട്ടുന്നില്ല. വെള്ളല്ലേ ഇത്, ഒന്നും പോകാൻ കഴിയാ. അയ്യോ, പുലി ഭാര്യ ഉണ്ടായാലും ജീവനോട് ഉണ്ടെങ്കിലേ കഞ്ഞി കുടിച്ച് ജീവിക്ക. ഓടുക. അയ്യോ, കാല് കുടുങ്ങിയല്ലോ.
അയ്യോ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടി രക്ഷപ്പെടണല്ലോ. അയ്യോ അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. എന്റെ പുലി രാജാവേ എന്നെ ഒന്നും ചെയ്യരുതേ. അയ്യോ ഒന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ രക്ഷപ്പെട്ടു. ഇനി ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവനെന്തിനാ ഈ തങ്കച്ചെലങ്ക? തങ്കം കണ്ട ഉടനെ ഇവന്റെ സ്വഭാവം മാറി. ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് തിന്നണം. നിനക്കെന്തിനാ ഈ തങ്കം? ഞാൻ സാമ്യാരായി മാറി. എനിക്കെന്തിനാ തങ്കം? നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ. വേണോ നിനക്ക്? കൊള്ളാം. എന്നാ വന്ന് വാങ്ങിച്ചോ. എന്താ മനസ്സിലെ പൂതി? ഞാൻ അങ്ങോട്ട് വന്നാലേ എന്നെ കൊന്നു തിന്നാനല്ലേ? അല്ലല്ല, ഞാൻ മാംസം ഉപേക്ഷിച്ചിട്ട് ഒരുപാട് വർഷമായി. എന്റെ കാത് ഇത്തിരി വലുതാന്ന് വിചാരിച്ചിട്ട് താമരപ്പൂ വെക്കാൻ നോക്കല്ലേ. നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? ഞാൻ പറയുന്നത് സത്യ. തങ്കച്ചെലമ്പ് കൊണ്ട് ചെന്ന നാട്ടിലുള്ളവരൊക്കെ എന്നെ ബഹുമാനിക്കും. എന്റെ ഭാര്യ എനിക്ക് പൊടിയരിക്കഞ്ഞി തരും. എന്തിനേറെ കാലില് പോലും വീഴില്ലേ. ഏയ് പുലിക്കെന്താ ദേഷ്യം വരാത്തെ? ശരിക്കും സാമ്യാരായോ? എന്തായാലും കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്റെ പുലിയച്ച, ആ ചെലമ്പൊന്ന് ഈ കരയിലേക്ക് നിന്നൂടെ? അതിനുള്ള ശക്തി എനിക്കില്ല. അപ്പോ നീ അതവിടെ വെച്ചിട്ട് പോക്കോ, ഞാനവിടെ വന്നിട്ട് എടുത്തോളാം. നീ വന്നെടുക്കുന്നതിന് മുമ്പ് കുരങ്ങ് വന്നെടുത്താ? ശരി, എന്നാ ഞാൻ തന്നെ അങ്ങോട്ട് വരാം. ആ മരക്കൊമ്പൊന്നും ഇങ്ങോട്ട് എറിഞ്ഞു തരുമോ? എന്തിന്? എന്റെ കയ്യിൽ ഒരു മരക്കഷ്ണം ഉണ്ടെങ്കിൽ എന്റെ മനസ്സിനൊരു ധൈര്യം കിട്ടില്ലേ? ഇവൻ ആള് കൊള്ളാലോ. എന്നെയാണോ പരീക്ഷിക്കുന്നത്? ആ മരച്ചിൽ ഇങ്ങോട്ട് എറിയാൻ കഴിഞ്ഞാലേ പുലി എന്നെ പറ്റിക്കാന്നല്ലേ അർത്ഥം. അയ്യോ അയ്യോ, ആ മരച്ചില്ല വെള്ളത്തിൽ പോയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചിലമ്പ എറിഞ്ഞിരുന്നെങ്കിൽ എന്തായേനെ? അച്ഛാ, പുലിയച്ചാ, ഞാൻ പുലിയച്ചനെ കണ്ണടച്ച് വിശ്വസിക്കുക. ഞാൻ അങ്ങോട്ട് വന്നോളാം. വരൂ സോദരാ, നീ വരൂ സോദരാ, വരുന്നതെല്ലാം നല്ലതിനാണ്. വരൂ സോദരാ. ചെലമ്പ് മിന്നണ കൊണ്ട് മനസ്സ് മിന്നണ് ഉണ്ട്. എന്തായി എന്തായി? അയ്യോ അയ്യോ, കുഴഞ്ഞു കുഴഞ്ഞു. ചേറ് ചേറ്. ചേരേണ്ടിടം അറിഞ്ഞു ചേരാ. അയ്യോ, കാല് കുടുങ്ങിയേ കാല് കുടുങ്ങിയേ. ചേറ്, കാല് കുടുങ്ങിയേ. കണ്ണി കണ്ടെടുത്ത് കാല് വെക്കല്ലേ. എന്താ എന്താ ഈ പറഞ്ഞു തൊലക്കുന്നത്? മന്ദബുദ്ധിക്കാരന് സ്വന്തം ബുദ്ധി ഉണ്ടാവില്ല. ഏയ്, വെറും കൈയോടെയാ വരുന്നത്. ചെലമ്പ എവിടെ? ദുരാഗ്രഹം വന്നഷ്ടം. എന്തപ്പ ചെയ്യാൻ പോണത്? നിന്നെ കൊല്ലാൻ പോവുക. പുലിയച്ച, പുല്ല് തിന്നാൻ നോക്കുന്നേ. പുലി എന്നാടാ പുല്ല് തിന്നത്? മരത്തലയാ. ഇതൊരു തരം ചതിയാ. അപ്പൊ മനുഷ്യൻ ചെയ്യുന്നതാടാ. എന്നെ തിന്നരുത്, എന്നെ തിന്നരുത്. പുലി രാജാവേ, രാജാവേ, നിന്റെ കാലിൽ ഞാൻ പിടിക്കാം. എന്നെ ഒന്നും ചെയ്യരുത്. ആർക്ക് നിന്നെ കൊണ്ട് ലാഭം? നീ ജീവിക്കുന്നതേ പാപം. ഇങ്ങനെ ആ കഥ പര്യവസാനിച്ചു. സത്യം മാത്രമേ സംസാരിച്ചാൽ എല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കും. കള്ളം പറഞ്ഞാൽ താഴ്ത്തിട്ട് ചവിട്ടും. എന്താ മനസ്സിലായോ? അതെ, ഞങ്ങൾ മനുഷ്യജീവി അല്ലെങ്കിലും ഞങ്ങൾക്കും ഈ അടി തന്നെയാണ്. വേദന വേദന തന്നെയാണ്. ജീവനല്ല ഒന്ന് തന്നെയല്ലേ? ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം പ്ലീസ്. പ്ലീസ്. മുതിർന്നവർ പറയുന്നത് നമ്മൾ കേൾക്കണം. അവർ പറയുന്നത് നമ്മൾ സമ്മതിക്കണം. മനോഹരം പറയുന്നത് കേട്ടാ നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാം. നല്ലോണം അധ്വാനിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കുക. മറ്റുള്ളവർ പറ്റിച്ചിട്ട് ജീവിക്കാൻ നോക്കിയാൽ എനിക്ക് പറ്റിയത് നിങ്ങൾക്കും പറ്റും. തെറ്റെവിടെ കണ്ടാലും ശിക്ഷിക്കാൻ ഈ പുലിരാജാവ് എഴുന്നള്ളും.